ഡോക്ടർ എം എ ഉമ്മൻ, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, സ്വതന്ത്ര ചിന്തകൻ, എഴുത്തുകാരൻ, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് ഡോക്ടർ എം എ ഉമ്മൻ. 250-ലധികം ഗ്രന്ഥങ്ങളുടെ കർത്താവ്. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 300-ലധികം പ്രബന്ധങ്ങൾ രചിച്ചു. ആഗോളീകരണത്തെക്കുറിച്ച് ഡോക്ടർ എം എ ഉമ്മൻ നടത്തിയ പഠനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. കാലിക്കറ്റ്, ബോട്ട്സാന സർവകലാശാലകളിൽ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവിയും IMGയിലും സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലും ഓണററി പ്രൊഫസറുമായിരുന്നു. 4-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ജീവിത ദർശനവും മാർക്സിന്റെ നീതിക്കായുള്ള പോരാട്ടവും അമർത്യ സെന്നിന്റെ മാനവികതയും ഡോക്ടർ എം എ ഉമ്മനിൽ സമന്വയിക്കപ്പെടുന്നുണ്ട്. 1932 ഫെബ്രുവരി 24 മാവേലിക്കരക്കടുത്ത് വെൺമണിയിലാണ് ഡോക്ടർ എം എ ഉമ്മന്റെ ജനനം. എസ്സേസ് ഓൺ ഫിസിക്കൽ ഡീസെൻട്രലൈസേഷൻ ടു ലോക്കൽ ഗവൺമെന്റ്സ് ഇൻ ഇന്ത്യ പ്രധാന കൃതിയാണ്. ഓർമ്മപ്പടികൾ ആത്മകഥയും. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ എം എ ഉമ്മൻ തന്റെ 91-ാം വയസ്സിൽ പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും കുട്ടികളെ പഠിപ്പിക്കാനെത്തി. ഇനി ഡോക്ടർ എം എ ഉമ്മന്റെ ക്ലാസ്സിലേക്ക്. എനിക്ക് വയസ്സ് എത്ര ഉണ്ടെന്ന് പറയുന്നില്ല, കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഇക്കണോമിക്സ് കുട്ടികൾക്ക് ആർക്കെങ്കിലും പറയാമോ? മാർച്ച് 9, 1776 എന്ന് പറഞ്ഞാൽ ഓർക്കുന്നു? എനിക്ക് ചെവി കേൾക്കുകയില്ല. ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻസ് പബ്ലിഷ് ചെയ്ത ദിവസമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദിവസത്തിന് ഒരു പ്രാധാന്യമുണ്ട്, അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ. വാട്ട് ഈസ് ഇക്കണോമിക്സ്? എൻ്റെ ഓഡിയൻസ് ഒരു മിക്സഡ് ഓഡിയൻസ്. എൻ്റെ അയൽവാസിയായ മന്ത്രി വിഷയം ഇക്കണോമിക്സ് ആണോ? ദിവാകരൻ മാസ്റ്ററുടെ അല്ല, എക്കണോമിക്സ് ആണ്. അതാണ് വന്നത്. അപ്പോൾ ഇക്കണോമിക്സ് അല്ലാത്ത ഒരാൾ ദിവാകരൻ മാസ്റ്ററാണ്. സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഇക്കണോമിക്സ്? ജനജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഘടകമാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനജീവിതത്തിൻ്റെ സുപ്രധാനമായ ഘടകമാണ്. ഇതല്ല എന്ന് പഠിപ്പിക്കുന്നതാണ് സാമ്പ്രദായിക ഇക്കണോമിക്സ്. അത് സാറുമാർ സമ്മതിക്കുമെന്ന് എനിക്ക് സംശയം. കാരണം അവര് വെച്ചു പുലർത്തിയ, ദീർഘനാളുകളായി വെച്ചു പുലർത്തിയ മൈക്രോ ഇക്കണോമിക്സ് ഇതിനെ അതിൻ്റെ ശക്തി ദൗർബല്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കാണുന്നതാണ് വാട്ട് ഈസ് ഇക്കണോമിക്സ്. ആഡം സ്മിത്തിൻ്റെ അഭിപ്രായത്തിൽ ഇക്കണോമിക്സ് എന്താണ്? കുട്ടികൾ വേഗം പറയണു, സമയം പോകും. കുട്ടികൾ ആരും ഇല്ലെങ്കിൽ ഞാനങ്ങ് പറയും. പറയാനില്ലേ? ആഡം സ്മിത്തിന്റെ അഭിപ്രായത്തിൽ ഇക്കണോമിക്സ് എന്താണ്? സാറുമാരാരേലും പറയേണ്ടി വരും. സാറുമാർ എന്നോട് നേരത്തെ വന്ന് അവരെന്നോട് പറഞ്ഞു, സാറേ ഞങ്ങളോട് ചോദ്യം ചോദിക്കില്ല. അപ്പോൾ എനിക്ക് ചോദിക്കത്തില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞില്ല. പക്ഷെ അവരെ
നമ്മുടെ ചെറിയ ഭാഷയിൽ പറഞ്ഞാൽ അവരൊന്നും ഇവിടെ ചെറുതാവാൻ പാടില്ല. ആഡം സ്മിത്തിൻ്റെ an enquiry into the nature and causes of the wealth of nations. അപ്പോൾ വെൽത്ത് ഗെറ്റിംഗ് ആൻഡ് വെൽത്ത് യൂസിങ് ആണ് എക്കണോമിക്സ്. അതാണോ എക്കണോമിക്സ്? അതല്ലെന്നാണ് ഗുരുവായൂരൻ മാസ്റ്റർ പറയുക. അത് ശരിയുമാണ് ഒരളവിൽ. ആഡം സ്മിത്ത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അന്നത്തെ സാഹിത്യകാരന്മാരെല്ലാം പറഞ്ഞു ഇക്കണോമിക്സ് ഈസ് എ ഡിസ്മൽ സയൻസ് എന്നാണ്. കാരണം വെൽത്ത് ഉണ്ടാക്കുന്നതും ഇന്ന് വലിയ കാര്യമാണത്. ആണോ ഒരു സയൻസിൻ്റെ ധർമ്മം? അപ്പം അതുകൊണ്ട് പിന്നീട് വന്ന ആൽഫ്രഡ് മാർഷൽ പറഞ്ഞു ഇക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. അങ്ങനെ മനുഷ്യനെ കൂടി ആ രംഗത്തോട്ട് കൊണ്ടുപോകും. അതാണ് ഗുരുവായൂരൻ മാസ്റ്റർ പറയുന്നത്. മനുഷ്യൻ വേണം. ഇപ്പം നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന എക്കണോമിക്സിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ആ കുട്ടിക്കൊരു സംസാരിക്കണമെന്ന് തോന്നുന്നു. പുള്ളി തിരിഞ്ഞാളല്ലോ. അതല്ല, ഈ എന്താണ് ആർക്കും എക്കണോമിക്സ് എന്താണെന്ന് അറിയത്തില്ല. Economics is a science which studies human beings as the relationship between ends and space. എനിക്ക് മനസ്സിലായി. എക്കണോമിക്സ് is a science which studies human relationship as a relationship between ends and means which have alternate use. ഇതിനെതിരുള്ളവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് കൈവക്കുക ഇല്ല. അപ്പം ഇതാണ് ഡെഫിനിഷൻ. ഇതാണോ ഡെഫിനിഷൻ? ഇതിനെ തുടർന്ന് ഇക്കണോമിക്സിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഈ ഡെഫിനിഷൻ്റെ തോൽവി എന്താണ്, പരാജയം എന്താണെന്ന് ഞാൻ മൊത്തത്തിൽ പറയാൻ, ഞാൻ നിയോ ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ തുടക്കക്കാരിൽ ഒരാളാണ്. ഈ പറഞ്ഞ ഈ ഡെഫിനിഷൻ്റെ കർത്താവ് ലയണൽ റോബിൻസ്. 1932 അദ്ദേഹം പുസ്തകം എഴുതി. എന്നെ പഠിപ്പിച്ച അധ്യാപകൻ BR പിള്ള സാർ എക്കണോമിക്സ് ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ചത്. നിങ്ങളെല്ലാവരും ഇത് പഠിക്കണം. ഇക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് മീൻസ് which have alternate use. ഏതായാലും മന്ത്രി സജി ചെറിയാൻ നല്ല വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ളതും നല്ല ഓർമ്മശക്തിയുള്ള ആളാണ് നമ്മൾ അടിവരയിൽ. പക്ഷേ ഈ ഡെഫിനിഷനിൽ ഒരുപാട് പെശകുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. 1976 കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ജോൺ മത്തായി സെൻറ്ററിൽ പഠിപ്പിക്കാൻ പ്രൊഫസറായിട്ട് ഞാൻ പോയി. അപ്പോയിൻമെൻറ്റിന് മുമ്പ് തന്നെ സെലക്ഷൻ കിട്ടിയ വിവരം അറിഞ്ഞു. തൃശ്ശൂരാണ്. തൃശ്ശൂർ അവിടെ ചെല്ലുമ്പോൾ 4 അധ്യാപകരെയും കൂട്ടിയാണ് അവിടെ ചെല്ലുന്നത്. ഒരു ഗൂർഖ അതെല്ലാം തുറന്നു തന്നു. കാട് പിടിച്ച ഒരു സ്ഥലം, 18 ഏക്കറാണ്. ജോൺ മത്തായിയുടെ സ്വന്തം ഭൂമിയാണ്. അദ്ദേഹം താമസിച്ച വീടാണ്. അവിടെയൊക്കെ നന്നാക്കിയാണ് ഞങ്ങൾ ആദ്യത്തെ കോഴ്സ് തുടങ്ങിയത്. ആദ്യത്തെ MA കോഴ്സ് മറ്റു കോഴ്സുകളിൽ നിന്നും മാറിയുള്ള ഒരു കോഴ്സാണ് ഞാൻ അവിടെ തുടങ്ങിയത്. അപ്പോൾ ഈ ഇന്ത്യയിലെ 26 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉള്ള സിലബസുകൾ MA സിലബസ് ഞാൻ വരുത്തിയിട്ട് അത് പഠിച്ച്
അതിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു പേപ്പർ എഴുതി. ആ പേപ്പർ ജോൺ റോബിൻസൺ അയച്ചു കൊടുത്തു, കെ എൻ രാജൻ അയച്ചു കൊടുത്തു, CT കുര്യൻ അയച്ചു കൊടുത്തു, ഡഡ്ലി സിയേഴ്സൺ അയച്ചു കൊടുത്തു. അത് 81 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ തലക്കെട്ട്. ഹിഡൻ കരിക്കുല ഇൻ സോഷ്യൽ സയൻസ്, an introductory note based on the economics syllabus in Indian universities. ഞാൻ പറഞ്ഞു, ലയണൽ റോബിൻസിനെ ഞാൻ നന്നായിട്ട് വാരിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പറയുന്ന ലയണൽ റോബിൻസ് ആണ്. പെട്ടെന്ന് സ്കേഴ്സിറ്റി ഡെഫിനിഷനിൽ നിന്ന് നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. സ്കേഴ്സിറ്റി അൺലിമിറ്റഡ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ പിന്നെ സ്കേഴ്സിറ്റി അതിൽ തന്നെ ആ ഡെഫിനേഷനിൽ തന്നെ ഉണ്ട്. അൺലിമിറ്റഡ് വാണ്ട്സ് ആണ്, സ്കേഴ്സിറ്റിയേ ഉള്ളൂ. പക്ഷെ ഇതിനൊക്കെ ഒരു സാധൂകരണം നൽകിയത് ഈ മൈക്രോ എക്കണോമിക്സിൽ മാത്രമല്ല, ലോകത്ത് കുറേ സംഭവങ്ങളുണ്ടായി. ആ സംഭവങ്ങളിൽ പ്രധാനം ബോൾഷെവിക് റവല്യൂഷൻ, 1917 ബോൾഷെവിക് റവല്യൂഷൻ. അപ്പം ഈ മാർക്കറ്റ് ഇക്കണോമിക്സ് ആണ് അൺലിമിറ്റഡ് വാണ്ട്സിൻ്റെ ബേസിസിലുള്ള എക്കണോമിക്സ്. അൺലിമിറ്റഡ് വാണ്ട്സിൻ്റെ ബേസിസിലാണ് ഗ്രോത്ത് ആസ് ദ മെഷർ ഓഫ് പ്രോഗ്രസ്, റേറ്റ് ഓഫ് ഗ്രോത്ത് ആസ് ദ മെഷർ ഓഫ് പ്രോഗ്രസ്. ആണോ? അപ്പോ 1930കളിൽ മാർഷൽ കൂട്ടരും റോബിൻസൊക്കെ അത് ഭയങ്കരമായിട്ട് സ്റ്റൈലൈസ് ചെയ്ത് കഴിഞ്ഞു. ആ സന്ദർഭത്തിൽ ലയണൽ റോബിൻസ് എൻ്റെ ട്രെൻഡ് നിങ്ങൾ എന്നെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ 1930s പ്രാധാന്യം എന്താണ്? അതാണ് ഗ്രേറ്റ് ഡിപ്രഷൻ. ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു ഇക്കണോമിക്സ് ആണ് കെയ്നീഷ്യൻ ഇക്കണോമിക്സ്. ആ കെയ്നീഷ്യൻ ഇക്കണോമിക്സ് മാർക്കറ്റ് ഇക്കണോമിക്സിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. ഈ മാർക്കറ്റ് ഇക്കണോമിക്സിൻ്റെ മോഡിഫിക്കേഷൻ ലോകത്ത് മുഴുവനും അംഗീകരിക്കപ്പെടത്തക്കവണ്ണമായ രീതിയിൽ വളർത്തിയെടുത്തത് ആരാണ് എന്ന് പറയാം ആർക്കെങ്കിലും? പോൾ സാമുവൽസനാണ്. പോൾ സാമുവൽസൺ അദ്ദേഹത്തിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇറക്കിയിട്ടുണ്ട്, ഇക്കണോമിക്സ് എന്നാണ് ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര്. എത്ര എഡീഷനായി? അദ്ദേഹത്തിന് 1970 തോന്നുന്നു നോബൽ പ്രൈസ് കിട്ടിയപ്പം അതിനൊരു നോബൽ ഒറേഷനുണ്ട്. ആ നോബൽ ഒറേഷനിൽ ഞാൻ ഒരുപാട് ആർട്ടിക്കിൾ ഞാൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഇക്കണോമിക്സ് സാറുമാർ. ഇന്ത്യൻ ജേർണലിലും ഇൻ്റർനാഷണൽ ജേർണൽസിലും ഈ എൻ്റെ ചോദ്യം, ഞാൻ പഠിപ്പിക്കാൻ പോയപ്പോൾ തുടങ്ങിയ എൻ്റെ ചോദ്യം, ഇന്നും 80ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സ്, ഇക്കണോമിക്സ് ഫ്രണ്ട്സ് കൂടിയപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് സാറിൻ്റെ അഭിപ്രായം സംബന്ധിച്ചൊരു പുസ്തകം, ഒരു പ്രസൻറ്റേഷൻ വേണം. അതാണ് എൻ്റെ ഈ പേപ്പർ. എന്തിനാ ഞാനിത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ,
അധ്യാപകൻ റിട്ടയർ ചെയ്ത് വീട്ടിൽ കുത്തിയിരിക്കുകയല്ല. ഇതെൻ്റെ 80-ാമത്തെ വയസ്സിൽ എഴുതിയ പേപ്പറാണ്. ഇത് ഇൻ്റർനാഷണൽ ജേർണലിൽ പേപ്പറാണ്. ഇതിൻ്റെ പേര് ദ മീനിങ് ഓഫ് ഡെവലപ്മെൻറ്റ്, റിഫ്ലക്ഷൻസ് ഓഫ് ആൻ ഒക്ടോജനേറിയൻ ടീച്ചർ. റിഫ്ലക്ഷൻസ് ഓഫ് ആൻ ഒക്ടോജനേറിയൻ ടീച്ചർ. 80 വയസ്സുകളിൽ ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്. എക്കണോമിക്സ് എന്തായിരുന്നു? ഇക്കണോമിക്സ് എന്തായാലും സാമുവൽസൺ എന്താണ് ബുദ്ധിമാനായിരിക്കുന്ന സാമുവൽസൺ മാക്രോ ഇക്കണോമിക്സിനെയും മൈക്രോ ഇക്കണോമിക്സിനെയും ബന്ധിപ്പിച്ച് അദ്ദേഹം ഇക്കണോമിക്സിന് പിന്നെയും തിയറി ഉണ്ടാക്കി. എക്കണോമിക്സിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്താണ്? ഇനിയും ഇവിടെ നിന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അപ്പോൾ സാമുവൽസനാണ് ഈ ലോകം മുഴുവൻ കീഴടക്കിയ ആൾ. 2000 ഞാൻ ചൈനയിൽ ചെന്നപ്പോൾ ഒരു ഡിന്നറിന് എന്നെ വിളിച്ചു. എനിക്ക് എൻ്റെ വലത്ത് വശത്ത് ഇക്കണോമിക്സ് പ്രൊഫസറും ഇടത്ത് വശത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രൊഫസറുമായിരുന്നു. അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കുട്ടി പറഞ്ഞു, സർ, ഡു യു നോ ദാറ്റ് ഓൺ ദ റൈറ്റ് സൈഡ് യു ഹാവ് ആൻ എക്കണോമിക്സ് പ്രൊഫസർ ആൻഡ് ദ ലെഫ്റ്റ് സൈഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രൊഫസർ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ കാൾ മാർക്സിനെ പഠിപ്പിക്കുന്നുണ്ട്? അതിന് മുമ്പ് 1980 ഞാൻ സോവിയറ്റ് യൂണിയനിൽ പോയപ്പോഴും ഈ ചോദ്യം ചോദിച്ചു. ഞങ്ങളിപ്പോൾ പഠിപ്പിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ പഠിപ്പിക്കുന്നത് സാമുവൽസൻ്റെ എക്കണോമിക്സാണ്, റഷ്യനിലോട്ട് തർജ്ജമ ചെയ്ത്. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് നേരിട്ട് ചോദിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, nowadays only the philosophy class department teaches Marx. കാരണം അത്രയ്ക്ക് ലോകത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു പ്രസ്ഥാനമായിട്ട് ഇക്കണോമിക്സ് വളർന്നു വന്നു കഴിഞ്ഞു. ഈ ഡെഫിനിഷനാണ്, അദ്ദേഹം പറഞ്ഞ ഡെഫിനിഷൻ ആണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം. സാമുവൽസൻ്റെ ബുക്കിനകത്ത് അത് പറയുന്നുണ്ട്. എക്കണോമിക്സിൻ്റെ അടിസ്ഥാനം ഈ ഡയനൽ റോബിൻസിൻ്റെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആണെന്ന് പറയും. ഈ ഡെഫിനേഷൻ സാമുവൽസൺ ഇത് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഐ ലവ് അദ്ദേഹം എഞ്ചിനീയറാണ് കേട്ടോ, MA BA എക്കണോമിക്സ് MA എക്കണോമിക്സ് അല്ല, തനി എഞ്ചിനീയർ. അദ്ദേഹമാണ് സ്റ്റോൾഫർ സാമുവൽസൺ തിയറമൊക്കെ ഉണ്ടാക്കിയ. അദ്ദേഹം പറയുന്നു, ഐ ലവ് ഇക്കണോമിക്സ് because of the logical beauty of Euclid's geometry. I love economics because of the logical beauty of the Euclid's geometry. ദിവാകരൻ മാസ്റ്റർ പറഞ്ഞത്, ജനങ്ങൾക്ക് യൂക്ലിഡ് ജോമെട്രിയുമായിട്ട് എന്ത് ബന്ധം? സാമുവൽസന്റെ എക്കണോമിക്സ് അതാണ്. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, അപ്പൊ ബോൾഷെവിക് റവല്യൂഷന് ശേഷം കമ്പോളത്തിന്റെ വില ഇടിഞ്ഞു. കമ്പോളത്തിൽ കൂടി അല്ലാതെ റാഷണൽ അലൊക്കേഷൻ, റാഷണലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവരെല്ലാം പറയുന്നത് റാഷണലാണ്. മനുഷ്യൻ റാഷണൽ അല്ല പല കാര്യത്തിൽ. അതുകൊണ്ട് 2008 അതിനുശേഷം പതുക്കെ പതുക്കെ ബോൾഷെവിക് റവല്യൂഷന്റെ പ്രാധാന്യം തട്ടിക്കളഞ്ഞത് എവിടെയാണ്?
അതിൻ്റെ ശക്തമായ പ്രകടനം എവിടെയാണ് കണ്ടത്? ആർക്കെങ്കിലും പറയാം? താച്ചറും റേഗൻ ഇക്കണോമിക്സും താച്ചറിസവും വന്നാണ് ഇതിനെ വളർത്തിയെടുത്ത് വീണ്ടും സജീവമാക്കി. പക്ഷെ പിന്നീട് ഒരു തകർച്ച, ഈ മാർക്കറ്റ് മീഡിയേറ്റഡ് ഇക്കണോമിക് ഗ്രോത്തിന് ഒരു തകർച്ച ഉണ്ടാക്കിയത് ഏത് സന്ദർഭമാണെന്ന് പറയാമോ? അത് ആർക്കും പറയാം. ആരെങ്കിലും പറഞ്ഞേ? 2008 ലോക സാമ്പത്തിക 2008 ലോക സാമ്പത്തിക തകർച്ച. നിങ്ങളുടെ പേരെന്താ? അഭിഷേക്. ആ 2008 സബ് പ്രൈം ലെൻഡിങ്, ലേമൻ ബ്രദേഴ്സ് ഒക്കെ ഭയങ്കര ബാങ്കുകളെല്ലാം അടിഞ്ഞ് പൊട്ടിപ്പോയി. ഒരുപാട് ബാങ്കുകൾ തകർന്നു. ഒത്തിരി പേര് പാപ്പരായി. അപ്പൊ പിന്നെയും ഇപ്പോഴും മാർക്കറ്റ് ഇക്കണോമിക്സിന് തകരാറുണ്ട് എന്ന് പറയാൻ തുടങ്ങി. ഇതിനിടയിൽ ഞാൻ ഒരുപാട് പേപ്പർ എഴുതി. അതിൽ ഒരെണ്ണം EPW വന്നതാണ് 2019. അതിൻ്റെ തലക്കെട്ട് ദി എപ്പിസ്റ്റമോളജി ഓഫ് ദ ഡിസിപ്ലിൻ ഓഫ് ഇക്കണോമിക്സ്. ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിൽ വന്ന 2019 മാർച്ച് 9 ഇത് വന്നിട്ടുള്ളത്. ഇത് വായിക്കണം നിങ്ങൾ. എന്തുകൊണ്ടാണ് ഇക്കണോമിക്സ് ഇന്ന് ഈ പറയുന്ന ഡെഫിനേഷൻ അല്ല? ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, എന്താണ് നിയോ ക്ലാസിക്കൽ ഇക്കണോമിക്സ് ആണ് പൊതുവേ ഇതിന് പറയുന്ന പേര്. സാമുവൽസണും ഗ്രിഗറി മാൻകീവ്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഗ്രിഗറി മാൻകീവിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്. ഹാർവേഡ് പ്രൊഫസർമാരാണ് ഈ പരിപാടി നടത്തുന്നത്. ഹാർവേഡ് പ്രൊഫസർമാരുടെ പരിപാടിയിലാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്. അയാൾ പറയുന്നത് ഒരു ഭാഗത്ത് അയാൾ പറയുന്നുണ്ട്, റോബിൻസൺ ക്രൂസോ ഇക്കോണമിയിലും ഏറ്റവും അഡ്വാൻസ് ഇക്കോണമി അമേരിക്കയിലും ഒരുപോലെ ഇക്കണോമിക്സ് ബാധകമാക്കാം. യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്. ഇക്കണോമിക്സ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ് അല്ലെന്ന് പറയുന്നത് എല്ലാവരും അതാണെന്ന് അഭിപ്രായമാണ്. ഇക്കണോമിക്സ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ആണോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് നിയോ ക്ലാസിക്കൽ ഇക്കണോമിക്സ്. ഞാനെന്നല്ല, ഒരുപാട് പേര് ചിന്തിക്കുന്നവർ, അഹങ്കാരം പറയരുതല്ലോ. പക്ഷേ ഇന്ത്യയിൽ വളരെ ആദ്യകാലത്ത് ഞാൻ പഠിപ്പിക്കുന്ന എക്കണോമിക്സിൻ്റെ ബലഹീനത കണ്ടുപിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ചെറിയ കാര്യമാണ്. ഇന്നും ഇതാണ് എൻ്റെ അന്വേഷണം. ഇക്കണോമിക്സ് എന്തുകൊണ്ടാണ് നിയോ ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ ഏറ്റവും വലിയ പോരായ്മ? മാർക്കറ്റ് ഇക്കണോമിക്സിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. മാർക്കറ്റ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ശരിയല്ലായിരിക്കാം. നിയോ ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ ഏറ്റവും വലിയ പോരായ്മയിൽ ചിലത് ഞാൻ പറയാം. കാൾ പോപ്പറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കാൾ പോപ്പറിനെ കേട്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്ക്. ആരുമില്ലയോ? കാൾ പോപ്പർ ആരാണ്? ലോകത്തിൽ ഈ അടുത്ത സമയത്ത് അദ്ദേഹം മരിച്ചു. കാൾ പോപ്പർ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ലോജിക് ആൻഡ് ഫിലോസഫിയുടെ പ്രൊഫസറാണ്. പോപ്പറിൻ്റെ ലോജിക്കിൽ all scientific statements should be argued in a or declared in a falsifiable manner. All scientific statements, discovery of science എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. കഥ പറയാനാണെങ്കിൽ അത് തന്നെ ഒരു ക്ലാസ് ആക്കാം.
ഇതിൻ്റെ ബാക്കി ഞാൻ വായിക്കും. ഫസ്റ്റ് ചാപ്റ്റർ. മൈ സിമ്പിൾ ക്വസ്റ്റ്യൻ ഈസ്, can botany or zoology or for that matter any science other than mathematics starts its first chapter like this and then earn a Nobel Prize in economics? ഇതേ നോബൽ പ്രൈസ് ഇക്കണോമിക്സ് ബോട്ടണിക്കാരൻ ആരെങ്കിലും ആദ്യത്തെ ചാപ്റ്റർ ഇക്കണോമിക്സ് ആണെന്ന് പറഞ്ഞ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ് തുടങ്ങും. സുവോളജിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ് തുടങ്ങും. എന്നിട്ട് അതിന് സുവോളജിയിൽ ഏതെങ്കിലും വിഷയത്തിന് നോബൽ പ്രൈസ് കിട്ടും. എന്നാൽ എക്കണോമിക്സ് മാത്തമാറ്റിക്സ് പറഞ്ഞ് നോബൽ പ്രൈസ് വാങ്ങിച്ചത്. ഇതാണോ എക്കണോമിക്സ്? അവിടെയാണ് ഇദ്ദേഹം ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നത്. അപ്പം മാത്തമാറ്റിക്കൽ ഫോർമലിസം ഈസ് നോട്ട് ദ ബേസിസ് ഓഫ് എക്കണോമിക്സ്. യു ക്യാൻ ക്രിയേറ്റ് തിയറീസ്. 92 ഇക്കണോമിക്സുകാർ നോബൽ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ 70-75 പേരും മാത്തമാറ്റിക്കൽ ഫോർമലിസം ഇക്വേഷൻ കൊണ്ട് കളിച്ച് ഇക്കണോമിക്സ് ഉണ്ടാക്കിയത്. ഇതാണോ ഇക്കണോമിക്സ്? ഈ ചോദ്യം വളരെ ഫണ്ടമെൻ്റൽ. സയൻറ്റിസം ആണോ സയൻറ്റിഫിക് എൻക്വയറി ആണോ പ്രധാനം? സയൻറ്റിസം അല്ല, സയൻറ്റിഫിക് എൻക്വയറിയാണ് പ്രധാനം. ഇങ്ങനെ ഇക്കണോമിക്സിനെ വഷളാക്കി കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയ നിന്ന് ശക്തമായ പ്രതിവിധി കൊടുത്ത അനേകം പേരുണ്ട്. നിങ്ങൾ സോളോവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. സോളോ മോഡൽ പഠിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കും, സോളോ മോഡൽ പഠിപ്പിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇക്കണോമിക്സ് ഫോർ ദ ക്യൂരിയസ്. 2014 പുസ്തകം, ഇക്കണോമിക്സ് ഫോർ ദ ക്യൂരിയസ്. ആ പുസ്തകം മുഴുവനും അതിലൊരിടത്ത് പറയുന്നുണ്ട്, economics is important because it provides intellectual fun on the way. ഇന്റലക്ച്വൽ ഫണ്ടിനാണോ നിങ്ങൾ ഇക്കണോമിക്സ് പഠിക്കുന്നത്? ഒരിക്കലുമല്ല. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് നിങ്ങൾ ഇക്കണോമിക്സ് പഠിക്കുന്നത്. ഈ തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇക്കണോമിക്സുകാർ കൊള്ളരുതാത്തവരാകുന്നത്. കൊള്ളരുതാത്തവർ ഞാൻ അതിൻ്റെ ബ്യൂട്ടി അർത്ഥത്തിൽ തന്നെയാണ്. ഇക്കണോമിക്സ് ഫോർ ദ ക്യൂരിയസ് ആ പുസ്തകമായിരുന്നു. ഈ മനുഷ്യനാണ് തോമസ് പിക്കറ്റിയുടെ പുസ്തകത്തെക്കുറിച്ച് അങ്ങേയറ്റത്തെ അഭിപ്രായം പറഞ്ഞത്. ഇക്കണോമിക്സ് ഒരു വിഷയമാകണമെന്നുണ്ടെങ്കിൽ ഇക്കോണമിയെക്കുറിച്ച് പഠിക്കണം. എന്താണ് ഇക്കോണമി? വില്ലേജ് ഇക്കോണമി, ട്രൈബൽ ഇക്കോണമി, അർബൻ ഇക്കോണമി, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി, അമേരിക്കൻ ഇക്കോണമി എല്ലാം ഒന്ന് തന്നെയാണ്. ഇക്കോണമി എന്താണ്? ഇക്കോണമി ഈസ് ദി ഓർഗനൈസേഷൻ ഓഫ് റിസോഴ്സസ് to meet the material needs of human beings and studies the organizing principles on the basis of which how production is made using labor and how the product is settled among the participants. അതാണ് ഇക്കോണമി. ഇക്കണോമിക്സ് എന്താണ് പഠിക്കുന്നത്? ഹൗ ദ ഇക്കോണമി ടിക്സ്. നിങ്ങളുടെ ഇക്കണോമിക്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഓണർഷിപ്പ് ക്വസ്റ്റ്യൻ ഈസ് ബ്ലാക്ക്ഡ് ഔട്ട്. ഓണർഷിപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിപ്പിക്കുമോ? സപ്ലൈ ഡിമാൻഡ് കർവ്. അതുകൊണ്ടാണ് തോമസ് പിക്കറ്റ് പറയും, പ്രൈസ് നോസ് നോ മൊറാലിറ്റി. പ്രൈസ് നോസ് നോ മൊറാലിറ്റി. പ്രൈസിനൊരു മൊറാലിറ്റിയും ഇല്ല. ബട്ട് ഹ്യൂമൻ ബീയിങ്സ് റിക്വയർ മൊറാലിറ്റി.
You abstract from ownership question. You abstract from vested interest. Oh, എന്താണ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ബ്ലാക്ക് ബോർഡ് ഇവിടെ ഉണ്ട്. ചോക്ക് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കുന്നത്, എവിടെയെങ്കിലും അതിൻ്റെ ഡിമാൻഡ് ഞാൻ കൈക്കൂലി വാങ്ങിച്ചിട്ട് പർച്ചേസിങ് ഓഫീസർ 800 രൂപയ്ക്ക് കിട്ടുന്നത് 10,000 രൂപയ്ക്ക് വാങ്ങിച്ച് സർക്കാരിന് നഷ്ടമുണ്ടാക്കി ബാക്കി രൂപ കുറേ പേരെല്ലാം കൂടി പങ്കിട്ടെടുക്കുന്ന വികസനമുണ്ടല്ലോ, അതിനെന്താ പറയേണ്ടത്? അത്തരം വികസനമല്ല. ഡോക്ടർ ഉമ്മൻ എൻ്റെ ഒരു അധ്യാപകനായിരുന്നു. ഇവിടുത്തെ അധ്യാപകന്മാരെ കുറിച്ച് ഒരു വാക്കേ പറയാനുള്ളൂ, ജസ്റ്റ് ഗ്രേറ്റ്. എല്ലാ നല്ല അധ്യാപകരും ഇൻസ്പയർ ചെയ്യുന്നവരാണ്. ഹൂ ഈസ് എ ഗുഡ് ടീച്ചർ എന്ന് ചോദിച്ചാൽ എ ഗുഡ് ടീച്ചർ ഈസ് വൺ ഹൂ ഇൻസ്പയർസ്. ഞങ്ങളെയൊക്കെ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനും പുസ്തകങ്ങൾ അവരെ ഗൃഹകർത്താക്കളെ പഠിപ്പിക്കാനും പഠിപ്പിച്ച പുസ്തകം. അപ്പോൾ അവരുടെ എല്ലാവരുടെ മുൻപിൽ ഞാൻ താണു വീണ് നമസ്കരിക്കുന്നു. ഉമ്മൻ സാർ വാസ് എ മോഡൽ സ്റ്റുഡൻറ്റ്, ഈസ് എ റോൾ മോഡൽ. അദ്ദേഹം അന്ന് തന്നെ കുറേയധികം കാര്യങ്ങളിൽ താല്പര്യമെടുത്തിട്ടുള്ള ആളായിരുന്നു.